അയ്യോ ഞാൻ കൂട്ടിയില്ല, ഞാൻ പോവുക, ഞാൻ കൂട്ടിയില്ല, ബിഗ് ബോസ് ഞാൻ ഇനി കൂട്ടിയില്ല, ഞാനിനി ഇവരോട് കളിക്കാനില്ല. അയ്യോ എൻ്റെ ദൈവമേ, ലാലേട്ടനെ കൊണ്ട് തോറ്റ്. ഈ ലാലേട്ടന് 5 വയസ്സാണെന്ന ലാലേട്ടന് ഇപ്പോഴും വിചാരം 5 വയസ്സോ 6 വയസ്സോ ഉള്ളെന്നാ. ഈ കൊച്ചു പിള്ളേർ ബിഗ് ബോസിൽ ഈ പിള്ളേരുടെ കൂടെ പിണങ്ങിയിട്ട് ലാലേട്ടൻ പോയൊരു പോക്ക് നിങ്ങൾ കണ്ടായിരുന്നോ ഗായ്സ്? അപ്പോൾ ഇന്നത്തെ ലാലേട്ടൻ്റെ ഇറങ്ങിപ്പോക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ ഇന്ന് ലാലേട്ടൻ, കുണുവാവ ലാലേട്ടൻ അങ്ങ് ഇറങ്ങിപ്പോയി. എനിക്ക് നിങ്ങളോട് ഞാൻ കൂട്ടിയില്ല അനിമോളെ, ഞാൻ കൂട്ടിയില്ല, നൂറ ഞാൻ കൂട്ടിയില്ല. നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞത് കേൾക്കാതെ പുറത്തോട്ട് പോയത്? അച്ചോ, അതൊന്നും നിങ്ങളോട് കൂട്ടിയില്ല. ഞാൻ പോവുക, ഞാൻ ബിഗ് ബോസിനോടും പിണങ്ങി, അനിമോളോടും പിണങ്ങി, ഞാൻ നൂറായോടും പിണങ്ങി, ഞാൻ പോവാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പോയി. എന്താണ് കാരണമെന്ന് നിങ്ങൾ കണ്ടാണ്, കാണാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ്. അതിൽ തന്നെ എന്താ പറയുക, ഈ എവിക്റ്റഡ് ആയവരും അങ്ങനെ ഒരു മത്സരം ഉണ്ടായിരുന്നല്ലോ, സേവ്ഡ് ആയവരും എവിക്റ്റഡ് ആയാലും. അങ്ങനെ ആദിലേനെ സേവ്ഡ് ലാസ്റ്റായിട്ടാണ് ആദിലേനെ സേവ് ആക്കിയത്. ഒന്നാമത്തെ കാര്യം അതിലേക്ക് വോട്ട് കുറവാണ്, അതിലേക്ക് എവിക്റ്റായി പോവേണ്ട ഒരവസ്ഥയായിരുന്നു. ആദില ലാസ്റ്റ് കിടന്ന ആര്യൻ അതുപോലെ തന്നെ റെന 3 പേരായിരുന്നു ലാസ്റ്റ് കിടന്ന. പക്ഷേ ആരിനെയും എന്തായാലും ഔട്ടാക്കത്തില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലേ മുഖത്തായി. അപ്പോൾ അതിലെന്നെ സേവ്ഡ് ആയപ്പോഴത്തേക്ക് നൂറ അകത്ത് ആരും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന് ആദ്യം തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് അല്ല, ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഈ ഒരു ആദില സേവ് ആയത് കണ്ടപ്പോൾ നൂറ ഭയങ്കരമായിട്ട് ഓടി പുറത്ത് പോയി. അത് കണ്ടുകൊണ്ട് നമ്മുടെ അനിമോൾ കൂടി പോയി. അനിമോളിന് ഒരു കാര്യം മനസ്സിലാവുന്നില്ല, ഇവർ രണ്ടുപേരും കൂടി കളിക്കുന്നത് തന്നെ അനിമോളുടെ വോട്ട് കിട്ടാൻ വേണ്ടി. ഈ പ്രാവശ്യം അനിമോളിന് നോമിനേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അനിമോളുടെ കൂടെ ഒട്ടി നിന്നിട്ട് അനിമോളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്ലാനാണ്. അവർക്കറിയാം അനിമോൾക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട്, നല്ല സപ്പോർട്ടുണ്ട് പുറത്ത് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം. കാരണം റിയാസ് വന്ന് പറഞ്ഞിട്ടുണ്ടാവും, വന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിമോളുമായിട്ട് ഒട്ടി നിൽക്കും. അപ്പോൾ അനിമോൾക്ക് അത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. കാരണം ഇവരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഈ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷങ്ങളാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ അനിമോളും കൂടെ ഓടിപ്പോയി. പുറത്തായിട്ട് ഇറങ്ങി എന്തായാലും തിരിച്ചു അകത്ത് കയറിയപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പുറത്തിറങ്ങിപ്പോയത്? നിങ്ങൾ ഇങ്ങനെ. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഒന്ന് സോറി ലാലേട്ടാ, ഞങ്ങൾ അറിയാതെ ഇറങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ അറിയാതെ അപ്പോൾ ഇറങ്ങിപ്പോന്നെങ്കിൽ നിങ്ങളങ്ങ് ചെയ്തോ കളി, ഞാൻ കളിക്കുന്നില്ല, ഇനി ഞാൻ പോവുക, ഞാൻ നിങ്ങളോട് കൂട്ടിയില്ല, ഞാൻ പോവുക എന്നും പറഞ്ഞിട്ട് ലാലേട്ടൻ ഈ കൊച്ചു പിണക്കങ്ങൾ ഭയങ്കര, എന്താ പറയണത്, ചിരിക്കണോ കരയണോ, നമ്മൾ എന്താണ് ഈ മനുഷ്യൻ കാണിക്കുന്നത് ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകും. ഭയങ്കര ഒരു 67 വയസ്സ് മറ്റോ ഉണ്ടല്ലോ, ഈ ഒരു 67, 65 to 5 എബോവും വയസ്സുള്ള ഈ ഒരു മനുഷ്യൻ ഒരു 6 വയസ്സുള്ള കുട്ടികളല്ല 5 വയസ്സുള്ള കുട്ടികളെ കണക്ക് പിണങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ക്യൂട്ട്നെസ്സോ എന്തൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാനൊക്കെ ജനിച്ചപ്പോൾ തൊട്ടേ പുള്ളിനെ ഇതേപോലെ തന്നെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ജനിച്ച് ഓർമ്മ വെച്ച കാലം തൊട്ടേ കാണുന്ന ഒരാളാണ്. അപ്പം എന്താ പറയുക, ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് എന്താ ചിരിക്കണോ കരയണോ, പുള്ളി എന്താ കാണിക്കുന്നത്, പുള്ളി സീരിയസ് ആണ്. സത്യം പറഞ്ഞാൽ ഈ പുള്ളി അത് കഴിഞ്ഞിട്ട് പിണങ്ങി തന്നെ പോയതാണ്. കുണുവാവ ലാലേട്ടൻ പിണങ്ങി പോയത് തന്നെയാണ്. എന്നിട്ട് തിരിച്ച് വന്നതേ ഇല്ല. ആ കുട്ടികൾ വരുന്ന വിഷമിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റെനയാണ് എവിക്റ്റഡ് ആയത്. അപ്പോൾ റെനയെ പറഞ്ഞു വിടാൻ, യാത്ര അയക്കാനായിട്ട് പുള്ളി വന്നു, പ്രേക്ഷകരുടെ മുന്നിൽ വന്നു. പക്ഷേ ഇവൾമാരോടെല്ലാം പിണങ്ങി. എന്താ പറയുക, അനിമോളോടും നൂറായോടും പിണങ്ങി തന്നെയാണ് കുണുവാവ ലാലേട്ടൻ പോയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽ വീഡിയോ ഇടാം. നമ്മുടെ ലൈവ് അപ്ഡേഷനിലെ കാര്യങ്ങളും എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു തോട്ടും എന്തൊക്കെയാണ് ഇന്നത്തെ ലൈവ് അപ്ഡേഷനിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫൺ എലമെൻ്റായിട്ട് ഞാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ലാലേട്ടൻ നമ്മുടെ എന്താ പറയുക, ഈ കുട്ടികളോട് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻറ്റിനോട് പിണങ്ങിപ്പോകുന്ന ഒരു രംഗമാണിത്. ലാലേട്ടൻ പിണങ്ങിയേ പോയി. ഞാൻ തിരിച്ച് ജസ്റ്റ് അപ്പോൾ തന്നെ കയറി വരുമെന്ന്, പക്ഷേ വന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 65 വയസ്സിന് എബോ ഉള്ള ഒരാൾ ഒരു 6 വയസ്സുകാരനെ പോലെയാണ് ചില സമയത്തൊക്കെ പ്രവർത്തിക്കുന്നത്. ചിലവരെ വഴക്ക് പറയുമ്പോഴും ചിലവരോട് എന്താ പറയുക, ചിലതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നാറ്. ഓക്കെ ഗൈസ്.